ഇന്നലെ ഞാനൊരു ഫംഗ്ഷനിൽ പോയി. തിരിച്ച് ഞാൻ എൻ്റെ വണ്ടിയിൽ കയറാൻ നേരത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണണം. അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോഴും പലപ്പോഴും പല ആളുകളും എന്നോട് ഇതേ വിഷയം ആവർത്തിച്ച് പറയാറുണ്ട്. മെസ്സേജുകൾ അയച്ചു പോലും പറയുന്നു, മുത്തുനബിയെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണണമെന്ന്. സ്വലാത്തുകൾ അധികരിപ്പിച്ച് മുത്തുനബിയോടുള്ള പ്രണയം നമ്മുടെ കൽബിൽ ഊട്ടി ഉറപ്പിക്കുമ്പോഴേ ഹൃദയത്തിൽ നിന്ന് ആ പരിമളം പുറത്തേക്ക് വീശുകയുള്ളൂ. മുത്തുനബിയോടുള്ള പ്രണയം നമ്മുടെ കൽബിൽ നിറയുമ്പോഴാണ് മുത്തുനബിയെ നമുക്ക് കാണാൻ കഴിയുക. അതിനുള്ള പോംവഴിയാണ് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കൂ. എങ്കിൽ തീർച്ചയാണ് മുത്തുനബിയെ മരിക്കുന്നതിന് മുമ്പെങ്കിലും സ്വപ്നത്തിലെങ്കിലും നമുക്ക് കാണാൻ കഴിയുമെന്ന്. ഒരു കഥ പറയട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിശ്ചിത എണ്ണം കണക്കാക്കി സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി മഹാനവറുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുകയാണ്. മുത്തുനബിയുടെ ശരീരത്തിൻ്റെ കിരണങ്ങളെ കൊണ്ട് ആ റൂം, അദ്ദേഹം പറയുന്നു, എൻ്റെ റൂമാകെ പ്രകാശപൂരിതമായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിക്കുന്നു, മുഹമ്മദ് ബിൻ സഈദ്, എൻ്റെ പേരിൽ ദിവസവും സ്വലാത്ത് ചൊല്ലുന്ന ആ വായ ഒന്ന് കാണട്ടെ, ആ ചുണ്ടിലൊരു മുത്തം ഞാനൊന്ന് നൽകട്ടെ എന്ന് പറഞ്ഞ് മുത്തുനബി പുഞ്ചിരിയോടുകൂടെ എൻ്റെ ചുണ്ടിൽ ചുംബിക്കാൻ വന്നപ്പോൾ ഞാൻ നാണം കൊണ്ടൊന്ന് തിരിഞ്ഞു. ആ സമയത്ത് മുത്തുനബിയുടെ ചുംബനം എൻ്റെ കവിളത്ത് പതിഞ്ഞു. റസൂലുള്ളാഹിൻ്റെ മുത്തുനബിയുടെ ആ സുഗന്ധം, കസ്തൂരിയാലുള്ള സുഗന്ധം, ആ സുഗന്ധത്തിൻ്റെ ആനന്ദലഹരിയിൽ ഞാൻ ഞെട്ടിയുണർന്നു. എൻ്റെ കൂടെ കിടക്കുന്ന എൻ്റെ സഹധർമ്മിണി ആ പരിമളത്തിൻ്റെ സുഗന്ധം മൂക്കിലേക്ക് അടിച്ചു വീശി നീറ്റു. എന്നിട്ട് ചോദിച്ചു, എവിടുന്നാണ് ഇത്രയും വലിയ സുഗന്ധം അടിച്ചു വീശുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മുത്തുനബിയെ കണ്ടു, മുത്തുനബി എനിക്ക് ചുംബനം നൽകി. അദ്ദേഹം പറയുന്നു, 8 ദിവസത്തോളം മുത്തുനബി ചുംബിച്ച എൻ്റെ കവിൾത്തടത്തിൽ ആ ചുംബനത്തിൻ്റെ പരിമളം നിലനിന്നിരുന്നു എന്ന്. നോക്കണം, നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചുടുചുംബനം ഏറ്റുവാങ്ങാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. സ്വലാത്തുകൾ അധികരിപ്പിക്കുക, മുത്തുനബിയിലേക്ക് അടുക്കുക. കഴിയുമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് നൂറുൻ അലാ നൂർ. ആ പ്രകാശം നമ്മളിലേക്ക് അടിക്കട്ടെ. ഈ സ്വലാത്തൊന്ന് അധികരിപ്പിച്ചു നോക്കൂ, ഹൃദയം പ്രകാശത്താൽ പൂരിതമാകും. നമ്മുടെ കൽബും നമ്മുടെ കണ്ണും നമ്മുടെ ജീവിതവും എല്ലാം പ്രകാശത്താൽ തിളങ്ങും. സമ്പത്തും എല്ലാം മുത്തുനബിയിലേക്ക്, റസൂലുള്ളാഹിൻ്റെ ആ നൂറ് നമ്മളിലേക്ക് അടിച്ച് വീശലോടുകൂടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളിൽ നിന്ന് തരണം ചെയ്യുകയാണ്. ആ പ്രകാശം ഇങ്ങോട്ട് വരുമ്പോൾ ഇരുൾ മൂടിയ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം അത് പ്രകാശപൂരിതമാകുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വലാത്ത് അധികരിപ്പിക്കൂ, മുത്തുനബിയിലേക്ക് അടുക്കൂ. നമുക്കൊന്നിച്ച് വിജയിക്കാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.